ഹായ് ഫ്രണ്ട്സ്, കരിയർ ട്രാക്കർ PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ ജെറണ്ട് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ജെറണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് ING ഫോമായിട്ട് വരുന്ന വെർബുകളെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുക. ING ഫോമിനെയാണ് നമ്മൾ എന്ത് പറയാം, ജെറണ്ട് എന്ന ടേം കൊണ്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഏതൊരു വെർബിനെയും നമുക്ക് എന്ത് ചെയ്യാം, ജെറണ്ടാക്കി മാറ്റാം. എങ്ങനെയാണ്? അതിൻ്റെ അവസാനത്തിൽ ING നൽകിയാൽ മതി. ഓക്കെ, ഏതൊരു വെർബിനെയും നമുക്ക് എന്താക്കി മാറ്റാം, ജെറണ്ട് ഫോമിലോട്ട് മാറ്റാം. എന്ത് ചെയ്താൽ മതി? ആ വെർബിൻ്റെ ലാസ്റ്റിലെ ING ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ജെറണ്ട് എന്ന് പറയുന്നത് ING ഫോമിനെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുക. ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജെറണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജെറണ്ട് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ING ഫോം ഓഫ് ദി വേർബാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈറ്റിംഗ്, സീയിങ്, ടെല്ലിങ്. അപ്പോൾ സീ എന്നുള്ള വെർബിനോട് ING ചേർത്ത് കൊടുത്തു, അപ്പോൾ സീയിങ് എന്നായി, അതെന്തായി, ജെറണ്ടായി മാറി. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ING ചേർത്ത് കൊടുക്കുന്ന വെർബുകളെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്. ഇനി വെർബിനോട് ING ചേർത്ത് കൊടുത്താൽ ജെറണ്ടായി മാറിയാൽ, പക്ഷെ പിന്നീട് ജെറണ്ട് എന്തല്ല, ഒരു വെർബല്ല, ഒരു നൗൺ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ജെറണ്ട് എന്താണ്, ഒരു നൗൺ ആയിട്ടാണ് നമ്മൾ ഒരു സെന്റൻസിൽ കൺസിഡർ ചെയ്യുക, അത് വെർബല്ല. അത് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അതായത് ഫോർ എക്സാമ്പിൾ ഈറ്റ് എന്നുള്ളത് ഒരു വെർബാണ്, ആക്ഷനാണ് അല്ലെ, ക്രിയയാണ്, തിന്നുക എന്നർത്ഥം വരുന്ന ഈറ്റ്. അതിനെ നമ്മൾ ജെറണ്ടിലോട്ട് മാറ്റുമ്പോൾ എന്താകും, ഈറ്റിംഗ് എന്നാകും. ഈറ്റിംഗ് എന്നാകും. അതെന്താണ്, ജെറണ്ടാണ്. അതിനർത്ഥം എന്താ, അതിനർത്ഥം തീറ്റ എന്നാണ്. ഓക്കെ, തീറ്റ എന്നുള്ളത് ഒരു വെർബാണോ, ഒരു ക്രിയയാണോ? അല്ല, അതൊരു നൗണിലോട്ട്, നാമത്തിലോട്ട് മാറും അല്ലെ. മലയാളത്തിൽ നാമം എന്ന് പറയും. അപ്പോൾ ജെറണ്ട് എന്ന് പറയുന്നത് നൗൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, വെർബല്ല. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ റീഡ്, വായിക്കുക എന്നർത്ഥം വരുന്ന റീഡ്, അതിനെ ജെറണ്ടിലോട്ട് മാറ്റുമ്പോൾ റീഡിങ്, വായന എന്നാകും. വായന എന്നുള്ളത് ഒരു വെർബല്ല, ഒരു ആക്ഷൻ അല്ല, ഒരു ക്രിയയല്ല, അതെന്താണ്, ഒരു നൗൺ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിന്റെ അർത്ഥം തന്നെ മാറും അല്ലെ. അപ്പൊ റീഡിങ് എന്നുള്ളത് ജെറണ്ടാണ്, അതൊരു നൗൺ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തത് നമ്മൾ പറയുന്നത്, ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് നമുക്ക് ജെറണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ജെറണ്ടിനെ കൺസിഡർ ചെയ്യാം എന്നാണ് പറയുന്നത്. സബ്ജക്റ്റ് എവിടെ വരിക, സെന്റൻസിന്റെ ഫസ്റ്റിലാണ് ഒരു സബ്ജക്റ്റ് സാധാരണയായിട്ട് സെന്റൻസിൽ വരുന്നത്. അപ്പോൾ ജെറണ്ട് ഒരു സെന്റൻസിന്റെ ഫസ്റ്റിൽ വരാം, അല്ലെങ്കിൽ ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരാം എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഡാഷ് ഈസ് മൈ ഫേവറേറ്റ് പാസ് ടൈം. ഡാഷ് ഈസ് മൈ ഫേവറേറ്റ് പാസ് ടൈം. ഇവിടെ നമ്മൾ ഏത് ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കുക, ജെറണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. കാരണം സബ്ജക്റ്റ് ആയിട്ടാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവിടെ വെർബൊന്നും വരില്ല, വെർബായിട്ടുള്ള ഒരു ഫോമും അവിടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ഒന്നും വരില്ല. പകരം ഏതാ വരിക, ജെറണ്ടാണ് വരിക. കാരണം ജെറണ്ട് മാത്രമേ നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ, ഒരു വെർബും അവിടെ നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക, ഓപ്ഷൻ എ, റീഡിങ്. അപ്പോൾ റീഡിങ് ഈസ് മൈ ഫേവറേറ്റ് പാസ് ടൈം എന്നാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ അല്ലേ? അടുത്ത നമ്മൾ പറയുന്നത്, ഇഫ് വെർബ് കംസ് ആഫ്റ്റർ എ പ്രിപ്പോസിഷൻ. ഒരു പ്രിപ്പോസിഷന് ശേഷമാണ് ഒരു സെന്റൻസിൽ ഒരു വെർബ് വരുന്നത് എങ്കിൽ അത് നമ്മൾ ജെറണ്ടായിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇഫ് വെർബ് കംസ് ആഫ്റ്റർ എ പ്രിപ്പോസിഷൻ ഇറ്റ് ഈസ് ഇൻ ജെറണ്ട് ഫോം. അത് ജെറണ്ട് ഫോമിലായിരിക്കണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ദേ ആർ അഡിക്റ്റഡ് ടു ഡാഷ്. ദേ ആർ അഡിക്റ്റഡ് ടു ഡാഷ്. ഓക്കെ, അപ്പോൾ ഒരു വേർബ്, അതിനുശേഷം ഒരു പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ അതിനുശേഷം വരേണ്ടത് എന്താണ്, ജെറണ്ട് ഫോം ആയിരിക്കും. അപ്പോൾ പ്രിപ്പോസിഷന് ശേഷമാണ് എങ്കിൽ അവിടെ നമ്മൾ പിന്നെ വെർബല്ല യൂസ് ചെയ്യേണ്ടത്, ജെറണ്ട് ഫോമിൽ വേണം നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെ വരിക, ദേ ആർ അഡിക്റ്റഡ് ടു സ്മോക്കിംഗ്. ദേ ആർ അഡിക്റ്റഡ് ടു സ്മോക്കിംഗ്. സ്മോക്കിംഗ് എന്താണ്, ജെറണ്ട് ഫോമാണ് അല്ലെ. അപ്പോൾ ദേ ആർ അഡിക്റ്റഡ് ടു സ്മോക്കിംഗ് എന്നാണ് വരിക. അടുത്തത് നമ്മൾ പറയുന്നത്, ഇംഗ്ലീഷിലെ കുറച്ച് യൂസേജസ് ഉണ്ട്. ഈ യൂസേജസിനോടൊപ്പം നമ്മൾ ജെറണ്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇംഗ്ലീഷിലെ ചില യൂസേജസിനോടൊപ്പം നമ്മൾ ജെറണ്ട് മാത്രം കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അത്തരം യൂസേജസ് അല്ലെങ്കിൽ പ്രയോഗങ്ങളാണ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് നോ യൂസ്, ഇറ്റ് ഈസ് നോ ഗുഡ്, ഇറ്റ് ഈസ് വർത്ത്, ഇറ്റ് ഈസ് വർത്ത് വൈൽ, ഇറ്റ് ഈസ് ഫൂളിഷ്, ദർ ഇസ് നോ പോയിന്റ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, കാൺട്ട് സ്റ്റാൻഡ് ഓർ കുഡിൻറ്റ് സ്റ്റാൻഡ്, കാൺട്ട് ഹെൽപ്പ് ഓർ കുഡിൻറ്റ് ഹെൽപ്പ്, കാൺട്ട് ബിയർ or couldn't bear, look forward to, with a view to, with an eye to, can't imagine. ഇതൊക്കെ എന്താണ്, ഇംഗ്ലീഷിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന യൂസേജസ് ആണ്, അല്ലെങ്കിൽ പ്രയോഗങ്ങളാണെന്ന് പറയാം. ഇവയ്ക്ക് ശേഷം നമ്മൾ ജെറണ്ട് ഫോം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇവയ്ക്ക് ശേഷം ജെറണ്ട് ഫോം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, എന്താണ്, വുഡ് യു മൈൻഡ്.
എന്നുള്ളൊരു യൂസേജ്. അത് നമ്മൾ എങ്ങനെയാണ് സെൻറ്റൻസിൽ യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ വുഡ് യു മൈൻഡ് പ്ലസ് ജെറണ്ട് ഫോം. ഓക്കെ, അതായത് വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ, വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോർ. ഓക്കെ, അപ്പം ഇത്തരത്തിൽ വുഡ് യു മൈൻഡ് എന്നുള്ളൊരു യൂസേജിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു ജെറണ്ട് ഫോം ആയിരിക്കണം. അത്തരത്തിലുള്ള കുറച്ച് യൂസേജസ് ആണ് നമ്മളിവിടെ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ചില വേർബ്സിനോടൊപ്പം നമ്മൾ ജെറണ്ട് ഫോം വേണം യൂസ് ചെയ്യാൻ. ചില വേർബിന് ശേഷം നമ്മൾ ജെറണ്ട് ഫോം വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തരം വേർബ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് ഏതൊക്കെയാണ്? അഡ്മിറ്റ്, അവോയ്ഡ്, അപ്രിഷിയേറ്റ്, ലൈക്ക്, ഡിസ്ലൈക്ക്, മൈൻഡ്, ലവ്, ഡിറ്റസ്റ്റ്, റെസിസ്റ്റ്. കൂടുതലും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റിനോടൊപ്പമൊക്കെ നമ്മൾ എന്താണ് ജെറണ്ട് ഫോം ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ലവ്, ട്രസ്റ്റ്, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഡിലേ, ഡിനൈ, ഫോർഗീവ്, എൻജോയ്, ബിസി, പോസ്റ്റ്പോൺ, സ്റ്റോപ്പ്. ഇത്തരത്തിൽ കുറച്ച് വേർബ്സ് ഉണ്ട്. ഇത്തരം വേർബ്സിനോടൊപ്പം നമ്മൾ എന്ത് വേണം? ജെറണ്ട് ഫോം വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റാർട്ട്, ഡിഫർ, പ്രിഫർ, ഫിനിഷ്, പ്രപ്പോസ്, എസ്കേപ്പ്, സജസ്റ്റ്, കൺസിഡർ, പ്രാക്ടീസ്, imagine, anticipate, hate, mean, contemplate, keep, fancy, miss, pardon, smell, excuse എന്നീ ഏതെങ്കിലും ഒരു വേർബ് ഒരു സെൻറ്റൻസിൽ വന്നാൽ അതിനോട് ചേർന്ന് നമ്മൾ എന്ത് വേണം യൂസ് ചെയ്യാൻ? ജെറണ്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്തരം വേർബ്സ് ഒന്ന് പരിചയപ്പെടാം. ഇനി അടുത്ത നമ്മൾ പറയുന്നത് റിഗ്രറ്റ്. ഓക്കെ, റിഗ്രറ്റ് എന്ന വേർഡിന് അല്ലെങ്കിൽ ഒരു വേർബിന് ശേഷം നമ്മൾ ജെറണ്ട് ഫോം വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു സെൻറ്റൻസിൽ നിങ്ങൾ റിഗ്രറ്റ് എന്ന് കണ്ടു, അതിന് ശേഷം നിങ്ങളോട് ചോദിക്കുകയാണ് അവിടെ എന്ത് വരും എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് വേണം? ജെറണ്ട് ഫോം വേണം ഓപ്ഷനിൽ നിന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റിഗ്രറ്റ് പ്ലസ് ജെറണ്ട് ആണ് നമ്മൾ ചൂസ് ചെയ്യുക. അതാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് റിഗ്രറ്റ് എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? ഇറ്റ് ലുക്സ് ബാക്ക് അറ്റ് ദ പാസ്റ്റ് റിപ്പൻഡിങ് സംതിങ്. എന്തെങ്കിലും കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ പശ്ചാത്തപിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ റിഗ്രറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക, അല്ലേ? അപ്പോൾ റിഗ്രറ്റ് എന്ന വേർഡിനോടൊപ്പം അല്ലെങ്കിൽ വേർബിനോടൊപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ജെറണ്ട് ഫോം ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി റിഗ്രറ്റ്സ് ഡാഷ് ഹിസ് ജോബ്. ഹി റിഗ്രറ്റ്സ് ഡാഷ് ഹിസ് ജോബ്. അപ്പോൾ അവിടെ എന്താ വരിക? റിഗ്രറ്റ് എന്ന വാക്കിന് ശേഷം അല്ലെങ്കിൽ വേർബിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ജെറണ്ട് ഫോമാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ നിന്നും ജെറണ്ട് ഫോം ചൂസ് ചെയ്യുക. ഹി റിഗ്രറ്റ്സ് ലീവിങ് ഹിസ് ജോബ്. ഹി റിഗ്രറ്റ്സ് ലീവിങ് ഹിസ് ജോബ്. ബാക്കിയൊന്നും ജെറണ്ട് ഫോം അല്ല, അല്ലേ? ഇനി ലാസ്റ്റ് ഓപ്ഷൻ ഡി, ടു പ്ലസ് ലീവിങ് ഉണ്ട്, അല്ലെ? ടു ലീവിങ് എന്നുണ്ട്. അത് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. ടു ലീവിങ് അല്ല, ജെറണ്ടിന് എന്തേ ഉള്ളൂ? ING ഫോം മാത്രമേ ഉള്ളൂ. ടു ഒന്നും അവിടെ ആഡ് ചെയ്യരുത്. അപ്പം ലീവിങ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരിക. ഇനി അടുത്തത് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ ഓർ വാസ് ഓർ വെയർ പ്ലസ് യൂസ്ഡ് ടു പ്ലസ് ജെറണ്ട്. ഓക്കെ, ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് യൂസ്ഡ് ടു ആഡ് ചെയ്തിട്ടുള്ള ഒരു സെന്റൻസ് ഉണ്ടെങ്കിൽ അതിനോടൊപ്പം നമ്മൾ എന്ത് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ജെറണ്ട് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജെറണ്ട് ഫോം വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ അക്കസ്റ്റംഡ് ടു എന്നുള്ളത് ഒരു സെന്റൻസിൽ വന്നാൽ അതിനുശേഷം നമ്മൾ ജെറണ്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയെന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ബി ഫോം. ബി ഫോം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇസ്, ആം, ആർ, വാസ് ഓർ വെയർ ഈ ഓക്സിലറി വേർബ്സിനെയാണ് നമ്മൾ ബി ഫോം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ബി ഫോം അല്ലെങ്കിൽ എന്തായിരിക്കണം? ഒരു വെർബ്. ഓക്കെ, ഒന്നുകിൽ ഹെൽപ്പിംഗ് വെർബ് വേണം അല്ലെങ്കിൽ മെയിൻ വെർബ് വേണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സെന്റൻസിൽ. അപ്പോൾ ബി ഫോം ഓർ വെർബ് പ്ലസ് അക്കസ്റ്റംഡ് ടു. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്തായിരിക്കണം? ജെറണ്ട് ഫോം ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു സെന്റൻസിൽ എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ജെറണ്ട് എന്ന് പറഞ്ഞാൽ ING ഫോം ഓഫ് ദി വെർബിനെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുക. അപ്പോൾ ഇതൊരു നൗണായിട്ടാണ് കൺസിഡർ ചെയ്യുക, വെർബല്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ജെറണ്ട് ഫോം യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ജെറണ്ടുമായി ബന്ധപ്പെട്ട് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്.